ഹായ് ഫ്രണ്ട്, സോൾട്ട് ആൻഡ് സോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് ബീഫ് ദം ബിരിയാണിയാണ്. ആദ്യമായി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒരു 5 വിസിൽ വരെ അടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് കടുക് പൊട്ടിച്ച ശേഷം 3 കുടം വെളുത്തുള്ളിയും 3 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു 12 വലിയ പച്ചമുളക് നടുവെ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ച ശേഷം ഇനി നമുക്ക് ഒരു 4 വലിയ സവാളയും 20 കൊച്ചുള്ളിയും ചേർത്ത് ഒന്നുകൂടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയും കൊച്ചുള്ളിയും ഒന്ന് വഴണ്ട ശേഷം പൊടികൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് സവാളയും കൊച്ചുള്ളിയും നന്നായി മൂപ്പിച്ച ശേഷം ഇതിനോടൊപ്പം നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം ബാക്കി പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങ ഹാഫായി കട്ട് ചെയ്ത് അതിന് നീര് കൂടി ചേർത്ത് നമുക്കിത് വാങ്ങി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്ത് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് 4 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതോടൊപ്പം 2 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 3-4 പച്ചമുളകും കുറച്ച് കറി ലീവ്സും ചേർത്ത് ഇതെല്ലാം നന്നായി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതോടൊപ്പം നെയ്യിൽ മൂപ്പിച്ച് വെച്ച കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇവിടെ 15 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരി വെന്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ദമ്മെല്ലാം പൊട്ടിച്ച് ബിരിയാണി ചെമ്പ് തുറക്കാം. ആ ദമ്മ് പൊട്ടിക്കുമ്പോഴേ മണമെല്ലാം ഇവിടെല്ലാം വ്യാപരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ദം ബിരിയാണി ട്രൈ ചെയ്യാൻ ആരും മടിക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയും കാണും വരേക്കും ബൈ ഫ്രം സോൾട്ട് ആൻഡ് സോൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.